വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 1, 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ക്രിസ്മസ് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഏറ്റവും സന്തോഷമുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ ക്രിസ്മസ് ഡേയേക്കാൾ ഉപരിയായിട്ട് ക്രിസ്മസ് സീസൺ എന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം വളരെ കൃത്യമായിട്ട് യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് പറയുന്നു. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനുമാണ്. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് അറിയപ്പെടും. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മോട് കൂടെയുണ്ട്. സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ തന്നെ സാര സംഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൂടെ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പോലും മനുഷ്യൻ്റെ കൂടെ നടക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന മനുഷ്യൻ, ഇപ്രകാരം തന്നെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആ ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു, നിത്യമായി നമ്മോടൊത്തു വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഞാനൊരു മനുഷ്യരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അവർ പറയുകയുണ്ടായി, ഞങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ദൈവത്തെ വിളിക്കാറുള്ളൂ, അല്ലാ സമയത്ത് ദൈവത്തെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാറില്ല. എന്നാൽ ക്രൈസ്തവ ജീവിതം എന്നും ക്രിസ്മസ് ആയിരിക്കേണ്ടതാണ്. ഓരോ ദിവസവും നാം ദൈവത്തോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. തന്നെ വിശ്വസിക്കുന്നവർക്ക് ദൈവപുത്രനാകുവാനുള്ള വരം ദൈവം നൽകിയെന്ന് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ ചുറ്റിലുമുണ്ട്, ദൈവത്തോടുകൂടെ ഞാനായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, കാലിക്കൂട് എന്ന് പറയുന്നത് എല്ലാം കുറവുകളുടെ ഒരു കൂടായിരുന്നു. പക്ഷേ യേശുവുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു, യൗസേപ്പിതുണ്ടായിരുന്നു. അത് സ്വർഗമായിട്ട് മാറി. അതുകൊണ്ടാണല്ലോ മാലാഖമാർ വന്നു പറഞ്ഞത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വസിച്ച് നമ്മളെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്ന ദിനങ്ങളാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ദിനങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദിനങ്ങളായിട്ട് മാറട്ടെ. ദൈവം ഓരോ ദിവസവും നമ്മുടെ കൂടെ വസിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 25-ാം വചനം വിശുദ്ധ പത്രോസ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ, ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ പതറാതിരിക്കാൻ നീ എൻ്റെ കൺമുമ്പിലുണ്ടായിരിക്കണമേ. ഇമ്മാനുവേൽ ഓരോ ദിവസവും ഈ ക്രിസ്മസ് മുതൽ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ.
ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലങ്ങളായിരം കാത്തൊരു പൈതൽ, പാരിന്റെ പാവങ്ങൾ നീക്കിയ പൈതൽ, ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ. ഈ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്നു വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. മേലെ വാനിലെ മാലാഖമാർ ഈ മണ്ണിൽ വന്നു ഗാനം പാടുന്നു. ഈ മണ്ണിലെ രാജാക്കളും ആടുകൾക്കും ഇടയന്മാരും ഒരു മരമോടൊരു സ്വരമോടെ സ്തുതികൾ പാടുന്നു. അതിലലിവോടെ താരങ്ങൾ പുഞ്ചിരി തൂകുന്നു. കാലങ്ങളായിരം കാത്തൊരു പൈതൽ, പാരിന്റെ പാവങ്ങൾ നീക്കിയ പൈതൽ, ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ. ഈ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. പൂന്തന്നലും പുലർക്കാലവും പുതുപരിമളം തൂകിയല്ലോ. കാട്ടരുവികളും പൂഞ്ചോലകളും എന്നും ഉന്നതനെ വാഴ്ത്തിടുന്നു. ഇരുളാകെ മായ്ക്കുന്ന പൊന്നിൻ പൂവെട്ടം എന്നുള്ളിൽ നിറയുമ്പോൾ ശാന്തി പരക്കുന്നു. കാലങ്ങളായിരം കാത്തൊരു പൈതൽ, പാരിന്റെ പാവങ്ങൾ നീക്കിയ പൈതൽ, ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ. ഈ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീത